രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് തന്നെ ഈ കേസ് പരിഗണിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതാണ്. ഒടുവിൽ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള ആവശ്യപ്പെട്ടത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഒരു സാധാരണ കേസ് മാത്രം, ബോബി ചെമ്മണ്ണൂരിന്റെ കേസല്ല, അതിനപ്പുറം എന്താണ് ഇതിന് പ്രാധാന്യമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു സാധാരണ കേസ് മാത്രമായാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? സുപ്രീം കോടതി തന്നെ പല വിധിന്യായങ്ങളിലും പല കേസുകളിലും ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ, ബെയിലാണ് യഥാർത്ഥത്തിൽ നിയമം, ജയിലാണ് യഥാർത്ഥത്തിൽ എക്സെപ്ഷൻ എന്ന് സൂചിപ്പിക്കുകയുണ്ട്. നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല എല്ലാവർക്കും ഫാസ്റ്റ് ജസ്റ്റിസ് കൊടുക്കണം, സ്വിഫ്റ്റ് ജസ്റ്റിസ് കൊടുക്കണം. നമ്മൾ വിശ്വസിക്കുന്ന തത്വസംഹിത തന്നെ ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണ്. അതായത് ജസ്റ്റിസ് നീതി ഡിലേ ആകുകയാണെങ്കിൽ അത് നീതി നിഷേധം പോലെയാണ്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല സമാനമായ ഏതൊരു കേസിൽ പറഞ്ഞ വ്യക്തിക്കും, ഒരു തമാശയോ ഒരു വ്യംഗ്യമോ പറഞ്ഞ് കേസ് വരുന്ന വ്യക്തിക്കും എത്രയും എളുപ്പം ആ ബെയിൽ ഹിയറിംഗ് കൊടുക്കണമെന്നുള്ളതാണ്. അത് ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും അത് കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ന്യായം. അപ്പോൾ അത് ബോബി ചെമ്മണ്ണൂറിന് നിഷേധിക്കപ്പെട്ടത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ടോ, ബോബി ചെമ്മണ്ണൂർ ബിസിനസ്സുകാരനായതുകൊണ്ടോ, മറുഭാഗത്ത് ഹണി റോസ് ആയതുകൊണ്ടോ, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം കൊണ്ടോ അത് നിഷേധിക്കപ്പെട്ടത് കോടതി എത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എത്രയും എളുപ്പം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടാൻ ഇടയുണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷ. അല്ല, ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല. ബോബി ചെമ്മണ്ണൂർ ഒരു സാധാരണ പൗരനാണ്. ആ രീതിയിൽ മാത്രമല്ല, പോലീസിന്റെ റിപ്പോർട്ട് 3 ദിവസത്തേക്ക് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ട ശേഷം, ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഈ കേസിൽ വിധി പറയാമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും വിനയപുരസരം ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പോലീസ് ഈ റിപ്പോർട്ട് ചെയ്യാൻ ഇനി CBIയോ അല്ലെങ്കിൽ ഇന്റർപോളോ ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും TV കണ്ടതല്ലേ? എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടൊരു കാര്യത്തിന് ഇനിയും പോലീസ് അന്താരാഷ്ട്ര ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് എല്ലാവരും കണ്ട ഈ കാര്യം എന്താ ചെയ്യേണ്ടത് ഇനിയും പോലീസ് CBIയും ഇന്റർപോളോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ സാങ്കേതികത്വം പറഞ്ഞ് ബോബി ചെമ്മണ്ണൂറിനെ കുറെ ദിവസം ജയിലിലിടണം എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കാതിരുന്നാൽ മതി. അപ്പൊ ഈ ഒരു സാങ്കേതിക വാദത്തിന്റെ പേരിൽ കുറച്ചു ദിവസം ഇയാൾ ജയിലിൽ കിടക്കട്ടെ, ഒരു പാഠം പഠിക്കട്ടെ, കാശുകാരനല്ലേ, 2 ദിവസം ജയിലിൽ കിടന്നാൽ നമുക്കെന്തോ കൈയടി കിട്ടും എന്നാരും വിചാരിക്കായിരുന്നാൽ ഇത് ഒരിക്കലും കോടതിയെ കുറിച്ചല്ല കേട്ടോ, പ്രോസിക്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി പണത്തിന്റെ ഹുങ്കിൽ കാണിച്ച ഒരു പരാമർശം, ലൈംഗിക അധിക്ഷേപം എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് വരുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഈ ഹണി റോസ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ പരാതിയിലൊക്കെ, അവരുടെ കുടുംബവും മാനസികമായി അനുഭവിച്ച ബുദ്ധിമുട്ട് ഇതും മറ്റുള്ളവരും അറിയണ്ടേ. കാരണം ഒരു തവണയല്ലല്ലോ ലൈംഗികമായ ചുവയോടുകൂടി സംസാരിച്ചത്, ആക്ഷേപിച്ചത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആദ്യം കുന്തി ദേവിയോട് ഉപമിക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്ര തവണയാണ് ഈ ഹണി റോസിനെ സമാനമായ രീതിയിൽ ബോബി ചെമ്മണ്ണൂർ ആക്ഷേപിച്ചത്? ഹണി റോസിനും കുടുംബത്തിനും ഉണ്ടായ ആ വേദനയോട് പൂർണ്ണമായും കൂടെ നിൽക്കുന്നു. അവരുടെ വേദന കണക്കാക്കപ്പെടേണ്ടതാണ്. ബോബി ചെമ്മണ്ണൂർ, ഞാൻ തന്നെ ഈ വാക്ക് പിൻവലിക്കണമെന്നും ക്ഷമ പറയണമെന്നും പറയുകയുണ്ടായി. അദ്ദേഹം TV ചാനലുകളുടെ മുമ്പിൽ അന്ന് കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് താൻ ഹണി റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുകൂടാത്തൊരു വാക്ക് വന്നു. അതിനെ ആരും ന്യായീകരിച്ചില്ല. അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരാൾ പോലും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്ക് ന്യായീകരിച്ചില്ല. അത് മറ്റൊരു നടിയെ ഉദ്ദേശിച്ചുള്ളതാണെന്ന വളഞ്ഞ വഴിയിലുള്ള ക്യാപ്സ്യൂൾ ഇറക്കിയില്ല. ഇത് ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയെ കുറിച്ചാണ് എന്നൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ആരും ഇറക്കിയില്ല. കാര്യം അവരാണ് കുന്തിയായിട്ട് മഹാഭാരതത്തിൽ അഭിനയിച്ചത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയായില്ല. അതിന് ബോബി ചെമ്മണ്ണൂർ ഒരു പാഠം പഠിച്ചു. ബോബി ചെമ്മണ്ണൂറിന് അതിന് ക്ഷമ കൊടുക്കണം. കേരളീയ പൊതുസമൂഹത്തിന്റെ നിലപാട് ഇതാണ്. ആ പൊതുസമൂഹത്തിന്റെ നിലപാട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹണി റോസ് വലിയ കലാകാരിയാണ്. അങ്ങനെയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണ്ടേ? ഇന്നലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു തനിക്കൊരു കുറ്റബോധവുമില്ല, താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല, അവിടെ ലീഗൽ സ്ട്രാറ്റജിയാണത്. ഞാനത് സത്യമായി 100% സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ TV ചാനലുകളിൽ വന്നതിന്റെ തലേ ദിവസം താൻ മാപ്പ് പറയാൻ തയ്യാറാണ്, ഹണി റോസിന് വിഷമമുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറായ വ്യക്തിയാണ്. പക്ഷെ കോടതിയിൽ വരുമ്പോൾ ഒരുപക്ഷെ രാമൻപിള്ള സാർ അടക്കം പറഞ്ഞു കൊടുത്തു കാണും. അങ്ങനെ പറയുകയാണെങ്കിൽ കോടതിയിൽ കേസ് നമുക്കെതിരെയാവും, അല്ലെങ്കിൽ കേസ് കുറെ കൂടെ സ്ട്രോങ് ആവും. അത് ലീഗൽ ഡിഫൻസിന് ചേരുന്നതല്ല. ലീഗൽ സ്ട്രാറ്റജി രാമൻപിള്ള സാറൊക്കെ അടക്കമാണല്ലോ തീരുമാനിക്കുന്നത്. ഞാനത് സത്യസന്ധമായി പറയാനോ, ഇത് ചില ആൾക്കാർ തുറന്നു പറയില്ല. അപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ
കോടതിയിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആവുമെന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടൊന്ന് ഭയപ്പെടുത്തിയത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു എന്ന് ആരും മറക്കരുത്. മാപ്പ് പറയാൻ തയ്യാറായി അദ്ദേഹം മീഡിയയിൽ ഒന്ന് രണ്ട് മീഡിയയിൽ പറയുകയും ചെയ്തു എന്ന വസ്തുത നമ്മൾ ഈ അവസരത്തിൽ മറക്കരുത്. അതുകൊണ്ട് ആ മാപ്പ് സ്വീകരിക്കാൻ ഹണി തയ്യാറാകണം. ഹണി അന്ന് തയ്യാറായില്ല. ഹണി വിശാല മനസ്കത, ഹണി ഒരു വലിയ കലാകാരിയാണ്, ഹണി ഒരു വിശാല മനസ്കത, ആ മാപ്പ് സ്വീകരിക്കാൻ തയ്യാറായി കാണിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു മാതൃക ഹണി കാട്ടണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. പക്ഷേ ഈ ഒരാളുടെ ഹണി റോസിനോട് മാത്രമല്ലല്ലോ ബോബി ചെമ്മണ്ണൂർ ഇതേ രീതിയിൽ പെരുമാറിയത്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങൾ അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ സ്ത്രീകളെ ബോബി ചെമ്മണ്ണൂർ, എത്രയോ യുവതികളെ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ലൈംഗിക ചുവയോടെ ആക്ഷേപിച്ചിട്ടുണ്ട്. സ്ത്രീകളെ മാത്രമല്ല, ആബാല വൃദ്ധം ജനങ്ങളെ ബോബി ചെമ്മണ്ണൂരോട് സംസാരിക്കുന്നവരൊക്കെ ഇതേ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. ഒരു തവണ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കടന്നാലല്ലേ താൻ ഒരു തെറ്റ് ചെയ്തുവെന്ന് ഒരു സ്വയം ബോധ്യമാവുകയുള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ, തെറ്റ് വേറെ കുറ്റം വേറെ. തെറ്റ് അല്ലെങ്കിൽ റോങ് വേറെ, ക്രൈം വേറെ. ബോബി ചെമ്മണ്ണൂർ ചെയ്തൊരു തെറ്റാണ്, കുറ്റമല്ല അഥവാ ക്രൈം അല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതിനു മുമ്പ് തൃശൂർ പൂരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഹൈക്കോടതി 2 ദിവസം മുൻപ് സമാനമായ മറ്റൊരു കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. സ്ത്രീയെ ലൈംഗിക ചുവയോടെയോ അല്ലെങ്കിൽ അവരുടെ ശരീരം വർണ്ണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അത് ലൈംഗികമായിട്ടുള്ള പീഡനമായി പോലും കണക്കാക്കേണ്ടതാണ് എന്ന്. അങ്ങനെയെങ്കിൽ അതൊരു കുറ്റകൃത്യം തന്നെയല്ലേ ബോബി ചെമ്മണ്ണൂർ ചെയ്തത്? സാഹചര്യം ചെറുതായി വ്യത്യാസപ്പെടുന്നത് ഇത് ബോബി ചെമ്മണ്ണൂർ ഒരു സ്ത്രീയോട് വ്യക്തിപരമായിട്ട് പറയുന്നതല്ലല്ലോ. ഒരു വേദിയിൽ സ്റ്റേജിന്റെയും ഇനോഗ്രേഷന്റെയും ഭാഗമായി ഒക്കെ പറയുന്നതല്ലേ. ഏതെങ്കിലും ഒരു സ്ത്രീയോട് പേഴ്സണലായ സ്പേസിൽ ഇരുന്ന് ലൈംഗിക ചുവയോടുകൂടി മറ്റൊരു കാര്യം സംസാരിക്കുന്നതല്ലല്ലോ. 100 കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ 10 ഡസൻ കണക്കിന് ക്യാമറ നിൽക്കുമ്പോഴാണല്ലോ ബോബി ചെമ്മണ്ണൂർ അത് പറഞ്ഞത്. അതുകൊണ്ട് അതിലൊരു ചെറിയ വ്യത്യാസം നമ്മൾ കാണണം. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയായില്ല, പക്ഷേ 1 വർഷം ജയിലിലിടുന്നത് അന്യായമാണ്, അനീതിയാണ് നമ്മൾ മറക്കരുത്. 1 വർഷമാണ് 1 മിനിറ്റിന്റെ തമാശ പറഞ്ഞതിന് 1 വർഷം ജയിലിലിടുന്നത് തികച്ചും അനീതിയാണ് എന്ന് നമ്മൾ മറക്കരുത്. വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്.